അഞ്ജലി പതുക്കെ അവരുടെ അടുത്തേക്ക് വന്നു. റിയ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. സാധാരണ ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് ഒരു സൗന്ദര്യം പോലുമില്ല. ഇരുണ്ടല്ല, എന്നാൽ വെളുത്ത പെണ്ണുമല്ല. ചുരുണ്ട മുടിയും കുറച്ച് വണ്ണവും ഉണ്ട്. ഇവൾക്ക് വേണ്ടിയാണോ റാമിന്റെ കണ്ണുകൾ പിടയുന്നേ? പ്രണയത്തോടെ അവൾക്കൊരു രക്ഷാകവചം എന്ന പോലെ റാം അവളെ നോക്കി നിൽക്കുന്ന കാഴ്ച അവളെ ചെറുതായി ദേഷ്യം പിടിപ്പിച്ചു. ഏയ് സിറ്റ് ഡൗൺ, അഫി പറഞ്ഞു. അവനെ നോക്കിക്കൊണ്ട് അഞ്ജലി ഇരുന്നു. ഹേയ്, ഞങ്ങളാണ് റാമിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. കോളേജ് കാലം തൊട്ട് ഞങ്ങൾ ക്ലോസ് ആണ്. എന്റെ പേര് അഭിഷേക്, ഇവൾ നേഹ, അതറിയ, പിന്നെ രാഹുൽ. അഫി എല്ലാവരെയും പരിചയപ്പെടുത്തി. അഞ്ജലി എല്ലാവരെയും നോക്കി. റിയ ഒരു കൃത്രിമ ചിരി ഫിറ്റ് ചെയ്ത് അവളോട് ചിരിച്ചു. അവളും കൊടുത്തു തിരിച്ച് മനസ്സറിഞ്ഞൊരു പുഞ്ചിരി. ഞാനും നേഹയും കസിൻസ് ആണ്. ഞങ്ങൾ തമിഴ് സിറ്റിസൺ തന്നെയാണ്. റാം ഹാഫ് മലു, അവർ രണ്ടുപേരും പിന്നെ പക്ക മലു. ഇവിടെ കൂടി ഞങ്ങൾക്ക് മലയാളം അറിയാം. ഇനി തന്നെ കണ്ട സ്ഥിതിക്ക് ഇനി ഞാൻ എന്നും മലയാളം തന്നെയാ, മനസ്സിലായോ? തമിഴ് ചൊവ്വയിൽ അഭിഷേക് പറയുന്ന മറുപടിക്ക് പുഞ്ചിരിയുടെ തലയാട്ടി. നിങ്ക എപ്പടി ഫ്രണ്ട്സ് ആണിത്? അന്ത സ്റ്റോറി പറയോ? നേഹ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. റിയയുടെ ഉള്ളിൽ അസ്വസ്ഥതകൾ ഉടലെടുത്തു. എങ്ങനെയെങ്കിലും തീർന്നാ മതി എന്ന് തോന്നിപ്പോയി അവൾക്ക്. ഫസ്റ്റ് ഞാൻ ഇവിടെ വന്നപ്പോ എനിക്കൊരു കാപ്പി വാങ്ങി തന്നു. അങ്ങനെ തുടങ്ങിയാണ്. പിന്നെ ഞാൻ എവിടെ പോയാലും എന്റെ പിന്നാലെ ഉണ്ടാകും. അഞ്ജലി ഓളി കണ്ടിട്ട് പറഞ്ഞു. റാം കണ്ടു. ഞാനാണോ നീയാണോ എന്റെ പിന്നാലെ കൂടിയേ? അവൻ ചോദിച്ചു. നിങ്ങൾ തന്നെയാ. ഞാനെല്ലാം കമ്പനി നിർത്തി പോയതാണ്. നിങ്ങളല്ലേ വീണ്ടും എന്റെ കാല് പിടിച്ചു അഞ്ജു അഞ്ജു പറഞ്ഞു വന്നത്? ഇപ്പൊ ഒന്നും ഓർമ്മയില്ലേ? പിന്നെ അന്ന് വീട്ടിൽ വന്നപ്പോ എന്തിനാ എന്നെ പറഞ്ഞു മുഴുവനാക്കും മുൻപ് റാം അവളെ ദേഷ്യത്തിൽ നോക്കി. ബാക്കിയുള്ളവർക്ക് ഇവളുടെ മലയാളം അത്രയ്ക്ക് മനസ്സിലായില്ലെങ്കിലും റിയയ്ക്കും രാഹുലിനും എന്തോ സംശയം തോന്നി. റിയ ദേഷ്യത്തോടെ റാമിന്റെ മുഖത്തേക്ക് നോക്കി. രാഹുൽ അവന്റെ ചെവിയിൽ സ്വകാര്യം പോലെ ചോദിച്ചു. എന്താ റൂമിൽ? റാം അവനെ ദേഷ്യത്തോടെ നോക്കി. ഒപ്പം അവളെയും. അഞ്ജലി അറിയാതെ വയലും ചാടിയതോർത്ത് നിഷ്കളങ്ക ഭാവത്തിൽ അവനെ നോക്കി. റാം അവിടെ നിന്നും കസാര എറിഞ്ഞു പൊട്ടിക്കും പോലെ ഒരു പോക്ക് പോയി. റിയ ദേഷ്യത്തോടെ അവളെ കൂർപ്പിച്ചു നോക്കി. അപ്പോ പിന്നെ പാക്കലാം, ഇത്രയും പറഞ്ഞ ആഫി പോയി. പിന്നാലെ നേഹയും. എല്ലാവരും പോയപ്പോൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. ബ്രേക്ക് കഴിഞ്ഞ് എല്ലാവരും വർക്ക് ചെയ്യാൻ തുടങ്ങിയതും സവിത ചേച്ചി എല്ലാം ക്ലീനിങ് റൂമിൽ പോയിട്ടുണ്ടാകും. തിരിച്ച് അവിടെ പോകുന്നതാണ് ബുദ്ധി. മനസ്സിലാലോചിച്ചുകൊണ്ട് അഞ്ചു നടന്നു. പെട്ടെന്നാണ് ജെൻസ് ടോയ്ലറ്റിൽ നിന്നും ഒരു കൈയാളെ വലിച്ച് ഉള്ളിലേക്കിട്ടത്. അവളെ വായി പൊത്തി ബാത്റൂമിനുള്ളിൽ കയറ്റിയത്. അവളെ ഭിത്തിയിലേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ വാതിൽ കുറ്റിയിട്ടു. കറുത്ത രോമം നിറഞ്ഞ കൈയും പെർഫ്യൂം സ്മെൽ വന്നപ്പോൾ തന്നെ ഇത് അവനാണെന്ന് മനസ്സിലാക്കിയിരുന്നു. എന്താ നിന്റെ ഉദ്ദേശം? എന്നിവിടെ നാറ്റിക്കാനാണോ? റാം കൈ രണ്ടും മാറിൽ കെട്ടി ചോദിച്ചു. പെട്ടെന്നൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്. ഞാൻ അഫിയേട്ടൻ ചോദിച്ചപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ് തോന്നിപ്പോയി. സോറി, അഞ്ജലി പറഞ്ഞു. അയ്യോ, ഒരു അഫിയേട്ടൻ എന്നു മുതലടി നിനക്ക് അവനെ അറിയുന്നേ? ഇപ്പൊ കണ്ടതല്ലേ, അതിന് എങ്ങനെയാണ്? ഒരാളെ കിട്ടി വായ പൂട്ടില്ലല്ലോ. 10 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് പിന്നെ ലോകത്ത് എവിടെയും ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പ്, അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറഞ്ഞു വരും. റാം ദേഷ്യത്തോടെ പറഞ്ഞു. അഞ്ജലിക്ക് ദേഷ്യം വന്നിരുന്നു അവന്റെ മറുപടിയിൽ. എന്താ അതിന്റെ അർത്ഥം? ഞാൻ അങ്ങനെയാണ്. ഓരോ മനുഷ്യർക്കും ഓരോ സ്വഭാവമാണ്. ഞാൻ വേഗം ഇണങ്ങും, നിങ്ങളെപ്പോലെ ജാടത്തേണ്ടിയല്ല. അഞ്ജലി പറഞ്ഞു തീരും മുൻപ് റാം അവളെ തോളിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ചു. ദേ, ഓവർ ഷോ കാണിച്ചിട്ട് ചുരിദാർ കയറിയ വേറെ വാങ്ങി തരേണ്ടി വരും. വിരട പട്ടി എന്റെ കയ്യ്, അഞ്ജലി അവനെ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും അവന്റെ കൈ അവളുടെ ഇടുപ്പിലൂടെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു. ശ്വാസം ഉയർന്ന ഗതിയിലായി. അവളുടെ മാറിടങ്ങൾ ഉയർന്നു താഴ്ന്നു. അവന്റെ ഉറച്ച നെഞ്ചിൽ അമർന്നത് അവൻ നോക്കി. അവന്റെ നോട്ടം കണ്ടപ്പോൾ അഞ്ജലി അവനെ ഉന്തിത്തള്ളി മാറ്റാൻ നോക്കി. അവൻ ഒന്നുകൂടി അവളെ ഇറുക്കപ്പിടിച്ചു. ഇനി നീ എന്നെ റെസ്പെക്റ്റ് ഇല്ല സംസാരിച്ചാൽ, റാം അവളെ നോക്കി പറഞ്ഞു. അഞ്ജലി തല താഴ്ത്തി നിന്നും. അയ്യോ, എന്തു പറ്റി? കിടന്ന് തിളച്ചായിരുന്നല്ലോ നീ ഇത്രയും നേരം. എന്റെ കയ്യിൽ ഒതുങ്ങുമ്പോൾ നീ പൂച്ചക്കുട്ടിയാണ്, റാം പറഞ്ഞു. അപ്പൊ തന്നെ അഞ്ജലി പതുക്കെ അവനെ നോക്കി. പതി ചുണ്ടു പിളർത്തി പറഞ്ഞു. കറുമ്പൻ. അവളത് പറഞ്ഞതും അവൻ വ്യക്തമായി തന്നെ കേട്ടു. അവനും ഒട്ടും ഇഷ്ടമല്ല അവനെ നിറം പറഞ്ഞ് കളിയാക്കുന്നത്. അവളത് പറഞ്ഞും അവന്റെ മുഖത്തേക്ക് നോക്കിയ സമയം കൊണ്ട് അവനുള്ള കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവിടെ ആഞ്ഞു കഴിച്ചു. റാം. പതി അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിൽ ചെയ്തതാണെങ്കിലും അവൻ വീണ്ടും അവളുടെ കഴുത്തിൽ ചുംബിക്കുകയും അവയെ നുണഞ്ഞു നോക്കുകയും ചെയ്തു. അഞ്ജലി അവന്റെ മുടിയിഴകളിലൂടെ കൈകൾ ഓടിച്ചു. റാം പതുക്കെ അവൾ അവനിൽ നിന്നും വേർപെടുത്തി. മൊത്തത്തിൽ ചുവന്നു കിടക്കണം അവളുടെ കഴുത്ത്. അവളും അവനെ പ്രണയത്തോടെ നോക്കുന്നുണ്ട്. റാം അവളോട് പതുക്കെ ചെവിയിൽ പറഞ്ഞു. എന്നെ ഇനി കറുപ്പെന്ന് പറഞ്ഞ് കളിയാക്കൽ ഇതുപോലെ ചെയ്യും ഞാൻ. കറുമ്പന്റെ കുറുമ്പ് നിനക്ക് ചിലപ്പോ താങ്ങില്ല. റാം അവന്റെ കൊമ്പൻ വീശ് പിരിച്ചുകൊണ്ട് പറഞ്ഞതും
അഞ്ജലി റാമിന്റെ കോളറിൽ പിടിച്ച് അവളിലേക്ക് ചേർത്തു. ഈ കറുപ്പ് എനിക്ക് എന്ത് ഇഷ്ടമെന്നറിയോ? അവളുടെ സ്വരം വളരെ നേർത്തതായിരുന്നു. റാം അവളുടെ സ്വരത്തിൽ ലയിച്ചു പോയി. അവന്റെ ചെന്നിയിൽ വീർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അഞ്ജലി പതുക്കെ കൈ അവന്റെ ഷർട്ടിന്റെ ഉള്ളിലോടെ ഇട്ടു. അവന്റെ രോമങ്ങളെ തലോടി. റാം അറിയാതെ കണ്ണടച്ചു പോയി. അഞ്ജലി പതിയെ അവന്റെ ഇരു കണ്ണിലും ചുംബിച്ചു. റാം കണ്ണടച്ചു തന്നെ നിന്നു. എനിക്ക് ഈ കറുപ്പിൽ അലിഞ്ഞു ചേരാനാണ് മോഹം. പക്ഷേ നിങ്ങളല്ലേ എന്നെ ഒരു ലക്ഷ്മണ രേഖ വരച്ച് വേർതിരിച്ചു വെച്ചിരിക്കുന്നത്? ഒന്ന് മൂളി സമ്മതം അറിയിച്ചാൽ ഞാൻ കാണിച്ചു തരായിരുന്നു ഈ കറുപ്പ് എനിക്ക് എത്ര ഇഷ്ടമാണെന്ന്. അവളുടെ ഈറനായ കണ്ണുകളെ റാം കണ്ടു. അഞ്ജു, അവൻ പതുക്കെ എന്ന ഗാംഭീര്യം നിറഞ്ഞ സ്വരത്തിൽ വിളിച്ചു. അറിയാതെ എന്റെ പൊട്ട ബുദ്ധിയിൽ പറഞ്ഞു പോയതാണ്. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ലെന്ന്. പക്ഷെ ഇങ്ങനെയൊക്കെ ചേർത്ത് നിൽക്കുമ്പോ, എന്നോട് കുറുമ്പ് കാട്ടുമ്പോ ഞാനും പ്രതീക്ഷിച്ചു പോവില്ലേ? എനിക്കുമുള്ള ഫീലിംഗ്. പിന്നെ നിങ്ങളന്ന് എന്നോട് പറഞ്ഞ പോലെ ഏതാണെങ്കിലും ചേർന്നാലും എനിക്കത് തോന്നില്ല. നിങ്ങൾക്കല്ലേ എനിക്ക് പകരം ഏത് പെണ്ണായാലും തോന്നുമെന്ന് പറഞ്ഞത്? അവൾ നിറഞ്ഞ കണ്ണുകൾ അവന്റെ ഹൃദയത്തെ കീറി മുറിച്ചു. അവളുടെ വാക്കുകൾ അവന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പോലെ. ഒന്നേ എനിക്ക് പൊടിക്കൊടി, അവനുള്ള കണ്ണുകൾ നോക്കി പറഞ്ഞു. അഞ്ജലി അവനെ തന്നെ നോക്കി. ഒരു വേള ശ്വാസം പോലും വിടാൻ കഴിയാതെ. ഇതുപോലെ എനിക്കും ഫസ്റ്റ് ടൈം താ. അന്ന് ഞാൻ നിന്നോട് നുണ പറഞ്ഞതാണ്. നിന്നോട് മാത്രമേ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ. എനിക്കറിയില്ല എന്ത് തേങ്ങ കണ്ടിട്ടാ നിന്നോട് ഞാൻ ഇങ്ങനെ കാട്ടുന്നേന്ന്. നിന്നോട് അറിയാതെ സ്വാതന്ത്ര്യം എടുത്തു പോവാണ് ഞാൻ. നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ലടും. സംസ്കാരം തന്നെ വേറെയാണ്. എന്റെ അപ്പ അമ്മ തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ആരുമില്ലാത്തത്. നിന്റെ വീട്ടിലും ഇതൊന്നും സമ്മതിക്കൂല. പിന്നെ എന്റെ അമ്മയുടെയും എന്റെ ലൈഫിൽ ഒരിക്കലും ഒരു തേർഡ് പാർട്ടി കയറിയാൽ അവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുമെന്ന് എനിക്കും തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നിന്നിൽ ഞാൻ ഫ്രണ്ട്ഷിപ്പ് മാത്രം മതിയെന്ന് പറയുന്നത്. എനിക്ക് ഒരിക്കലും നിനക്ക് വാക്ക് തരാനോ നിന്നെ സ്നേഹിക്കാൻ പോലും കഴിയില്ല അഞ്ജു. റാം പറഞ്ഞു നിർത്തി. അപ്പൊ എന്നെ ഇഷ്ടാണോ? അഞ്ജലി വിടർന്ന കണ്ണുകൾ ഉയർത്തി ചോദിച്ചു. ഇടയ്ക്ക് ഇഷ്ടം തോന്നും, ഇടയ്ക്ക് മാത്രം. പിന്നെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കുമ്പോ അത് ഞാൻ മറന്നു പോകും. അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. എന്തെങ്കിലും ഈ അഭിപ്രായം മാറുവോ? എന്തായാലും ഒരു കല്യാണം കഴിക്കാൻ അമ്മ പറയില്ലേ? അപ്പൊ എന്നെ പരിഗണിക്കാൻ പറ്റുമോ? എന്റെ വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഉറപ്പു തരാം. അഞ്ജലി പ്രതീക്ഷയോടെ അവനെ നോക്കി. ഇതാണ് നിന്റെ പ്രശ്നം. നിന്നോടിപ്പോ ഇത് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഇത് ഞാൻ കേൾക്കേണ്ടി വരുന്നത്. ബി പ്രാക്ടിക്കൽ അഞ്ജലി. പോയി ജോലി ചെയ്യാൻ നോക്ക്. വൈകുന്നേരം ഒറ്റയ്ക്ക് പൊക്കോ. ഞാൻ കുറച്ച് ബിസിയാണ്. റാം ഇത്രയും പറഞ്ഞ് ടോയ്ലറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് രാഹുൽ ഉള്ളിലേക്ക് കയറിയത്. അവന്റെ ഉള്ളിൽ കണ്ണുകൾ കലങ്ങി ചുവന്നിരിക്കുന്ന അഞ്ജലിയെയും പിന്നെ റാം രണ്ടുപേരെയും ഒരേപോലെ അന്തം വിട്ട് നോക്കി. അഞ്ജലി പതുക്കെ റാമിന്റെ പുറകിലേക്ക് നീങ്ങി. അവൻ അവളെ മുൻപിലൂടെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി. രാഹുൽ, നീ കരുതുന്ന പോലെയല്ല. ജസ്റ്റ് ലിസൺ, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. റാം പറഞ്ഞതൊന്നും അവന്റെ മനസ്സിലുണ്ടായില്ല. അവന്റെ കിളികൾ ശരിക്കും പറന്നു പോയിരുന്നു. റാം, ശരിക്കും എന്താണ് ഇവിടെ? അഞ്ജലി, അവൾക്ക് എന്താ മെൻസ് ടോയ്ലറ്റിൽ ജോലി? രാഹുൽ ചോദിച്ചു. നമുക്ക് ആദ്യം പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കുന്നതാവും നല്ലത്. റാം അവനെ നോക്കി ഒപ്പം കണ്ണുകൾ കൊണ്ട് അഞ്ജലി പുറത്തേക്ക് വരാൻ പറഞ്ഞു. അവർ 3 പേരും സ്റ്റെയർ കേസ് അടുത്ത് പോയി നിന്നു. രാഹുൽ, ഇവിടെ നടന്ന കാര്യം ശരിക്കും ഞാൻ പറയാം. റാം എല്ലാം വള്ളിപ്പുള്ളിയായി പറഞ്ഞു. അവളെ കിസ് ചെയ്ത് ഒഴുകി അവന്റെ ലൈഫിൽ നടന്ന എല്ലാം അവൻ പറഞ്ഞു. രാഹുൽ എല്ലാം വിശദമായി കേട്ടു നിന്നു. അപ്പോ അഞ്ജലി ലവ്സ് റാം. പക്ഷെ റാം, നിനക്ക് അവളുള്ള ഫീലിംഗ് എന്താ? രാഹുൽ ചോദിച്ചു. ഐ നീഡ് ഹെർ ആസ് എ ഫ്രണ്ട്. എന്നും അവള് എന്നെ വിട്ടു പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല, റാം പറഞ്ഞു. ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് ഉറപ്പാണോ? രാഹുൽ ഒന്നുകൂടി ചോദിച്ചു. അഞ്ജലിയും അവനെ പ്രതീക്ഷയിൽ നോക്കി. ഉനക്ക് എന്നാ ഒരു വാട്ടി സ്വന്നാൽ പുരിയതാ? എനിക്ക് അങ്ങനെയില്ല, ഉറപ്പാണ്, റാം പറഞ്ഞു. ഒപ്പം അവിടെ നിന്നും ദേഷ്യത്തിൽ പോയി. രാഹുൽ അഞ്ജലിയുടെ നിറഞ്ഞ കണ്ണുകളെ നോക്കി പറഞ്ഞു. ഹേ ലവ്സ് യു അഞ്ജലി. പക്ഷെ അത് അവൻ സമ്മതിക്കില്ല. നല്ല ഈഗയാണ്, അതിനുവേണ്ടി കാത്തിരിക്കാം. എങ്കിൽ നിനക്ക് കാത്തിരിക്കാൻ ശ്രമിക്കാം. പിന്നെ നിന്നെക്കാൾ മുൻപ് അവനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട് ഇവിടെ. നിനക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ടാകാം. റിയ, ഷീസ് മാഡ്ലി ഇൻ ലവ് വിത്ത് ഹിം. അവളെ തോൽപ്പിച്ച് നിനക്ക് ഈ സ്നേഹം എടുക്കാൻ കഴിയുമെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ, ഇല്ലെങ്കിൽ വിട്ടേക്ക്. താനൊരു പാവാണ്, ഇതിന്റെ ഇടയിൽ വെറുതെ കുടുങ്ങാൻ നിൽക്കണ്ട. റാം പറഞ്ഞ പോലെ വയ്ക്കും. രാഹുൽ പതുക്കെ അവളെ തോളിൽ തട്ടി പറഞ്ഞു. തിരിഞ്ഞു പോവാൻ നിന്ന രാഹുലിനെ അവള് വിളിച്ചു. രാഹുലേട്ടാ. ആ വിടയിൽ അവന്റെ ഹൃദയം ഒന്നലിഞ്ഞു. അവൻ അവളെ തിരിഞ്ഞു നോക്കി. എനിക്കറിയില്ലായിരുന്നു റിയ ചേച്ചിയുടെ പ്രണയം. അയാൾക്കും അറിയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അഞ്ജലി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ശരിയാണ്, അവൻ അറിയില്ല, ബാക്കി എല്ലാവർക്കും അറിയും, അവൻ പറഞ്ഞു. എനിക്ക് ഒരിക്കലും റിയ ചേച്ചിയുടെ അത്ര ക്വാളിറ്റി ഒന്നുമില്ല.
സൗന്ദര്യത്തിലും പഠിപ്പിലും അറിയാതെ മോഹിച്ചു പോയതാണ്. ഇനി ഒരിക്കലും ഉണ്ടാവില്ല. പഴയ ഞാനായി മാറും, ഫ്രണ്ടായിട്ട് തന്നെ മാറും, അഞ്ജലി പറഞ്ഞു. അവനുള്ള ഉണ്ടക്കവളിൽ ഒന്ന് തൊട്ടു. ഈ കവൾ എങ്ങനെയാണോ എപ്പോഴും? അവൻ ചോദിച്ചു. കുറച്ച് വീർത്തതാ. അത് ഞാൻ ഉരുണ്ടുപോയത് കൊണ്ടാണ്. കവളിലെ കണ്ണുനീർ തുടച്ചു പറയുന്ന പെണ്ണിനോട് എന്തോ ഒരു കൗതുകം രാഹുലിന് അപ്പൊ തോന്നി. നീ പോ, ഇന്ന് എന്തായാലും റാം ഉണ്ടാവില്ല. ഞങ്ങൾ ബോയ്സ് ചെറിയൊരു പാർട്ടിയുണ്ട് നൈറ്റ്, രാഹുൽ പറഞ്ഞു. അഞ്ജലി അവനെ നോക്കി തലയാട്ടി റൂമിലേക്ക് പോയി. വൈകുന്നേരം അഞ്ജലി ഒറ്റയ്ക്ക് തന്നെയാണ് മെട്രോ സ്റ്റേഷനിൽ പോയത്. റാം കൂടെ ഇന്ന് വരില്ലെന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് അവൾ കൂടുതൽ ചോദിക്കാൻ നിന്നില്ല. വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് കുറച്ച് വൈകിപ്പോയി. റാം ബാഗ് പാക്ക് ചെയ്ത് നേരെ ക്ലീനിങ് സ്റ്റാഫ് റൂമിൽ പോയി നോക്കി. അവിടെ ആരെയും കണ്ടില്ല. ഓ ഷിറ്റ്, താന് പാർട്ടിക്ക് പോകുമെന്ന് അവളോട് പറഞ്ഞിരുന്നു, പക്ഷെ ക്യാൻസൽ ചെയ്ത് പറയാൻ മറന്നു. അവൻ തിരിച്ചു നടക്കുമ്പോൾ രാഹുൽ ചോദിച്ചു, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, റാം പറഞ്ഞു. അഞ്ജു പോയോ? രാഹുൽ ചോദിച്ചു. അഞ്ജു? റാം ഒരു പുരുകം ചുളിച്ചു ചോദിച്ചു. നിന്റെ ഫ്രണ്ട് അഞ്ജലി തന്നെ. എന്തേ, വിളിച്ചത് ഇഷ്ടായില്ലേ? റാം ചോദിച്ചു. അവരൊന്ന് കനപ്പിച്ചു മോളി. പെട്ടെന്നാണ് അവന്റെ ഫോണിൽ ബൺ കിളന്ന് കോൾ വന്നത്. രാഹുൽ അവന്റെ ഫോൺ സ്ക്രീനിൽ തെളിയുന്ന അവളുടെ ഫോട്ടോ നോക്കി. അവനെയും നോക്കി. റാം ഫോൺ എടുത്തു. സൊല്ലു, അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. എന്നോട് ദേഷ്യമുണ്ടോ? വീട്ടിലെത്തിയോ അതോ പാർട്ടി ഹാളിലാണോ? അഞ്ജലി ചോദിച്ചു. പിന്നെ വിളിക്കാം. അവൻ ഉടനെ ഫോൺ കട്ട് ചെയ്തു. അവൾക്ക് നിന്നോട് ട്രൂ ലവ് ആണ്, നിനക്ക് നിന്റെ കുറെ പ്രാക്ടിക്കൽ ചിന്തകളും, രാഹുൽ പറഞ്ഞു. ഐ നോ ഹെർ ലവ് ഈസ് ട്രൂ. ഇനി അത് എന്നോട് പറയണ്ട, റാം പറഞ്ഞു. എന്തായാലും അവളുടെ പേര് കൊള്ളാം, ബാൺഗേൾ. അവൾക്ക് മാച്ചായ പേര്. രാഹുൽ പോലും അറിയാതെ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നീ എന്താ ഉദ്ദേശിച്ചത്? റാം കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു. അല്ല, പെണ്ണിന്റെ കവൾ ശരിക്കും ബൺ പോലെ തന്നെയാ. നല്ല ക്യൂട്ടാണ് അവള്, കാണുമ്പോൾ ഒന്ന് കടിക്കാൻ തോന്നും. രാഹുൽ അവളെ പരിഭവം കൊണ്ട് വീർത്ത് നിറഞ്ഞ കവളുകളെ ഓർത്തു പറഞ്ഞു. അത് നീ കടിക്കും എന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പാഞ്ഞു പോകുന്ന റാമിനെ നോക്കി രാഹുൽ പുഞ്ചിരിച്ചു. വീട്ടിലെത്തിയിട്ടും റാം വളരെ കൺഫ്യൂഷനിലായിരുന്നു. അഞ്ജലി, നീ എന്നെ ഇങ്ങനെ ആക്കിയല്ലോ. മുൻപ് എപ്പോഴും ട്രെയിനിൽ വെച്ച് അവളെ നിർബന്ധപ്രകാരം എടുത്ത സെൽഫി നോക്കി അവൻ പറഞ്ഞു. അപ്പോഴേക്കും വീണ്ടും ബൺകൾ വിളിച്ചിരുന്നു. റാം ഒന്ന് കട്ടിൽ നിവർന്ന് കിടന്നു. എന്താ മിസ് അഞ്ജലി പ്രശ്നം? എന്നോട് ദേഷ്യത്തിലാണോ? ഏയ് എന്തിന്? ഞാൻ കരുതി പിണങ്ങിപ്പോയിന്ന്. നോ, യു ആർ സ്പെഷ്യൽ ഫോർ മീ അഞ്ജലി. അവൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് പറഞ്ഞു. ഞാൻ നീ ഫ്രണ്ടായിട്ട് കണ്ടോളാം, അഞ്ജലി പറഞ്ഞു. ഇതന്നെയാണ് മുന്നാടി നീ ചൊല്ലിയത്. എന്നിട്ടിപ്പോ എന്നാച്ച്? ഇനി ഉണ്ടാവില്ല, രാഹുലേട്ടൻ പറഞ്ഞു. മനസ്സിലാക്കിയും തന്നു. എന്ത്? അവൻ എന്തു പറഞ്ഞു? റാം ദേഷ്യത്തിൽ ചോദിച്ചു. ഇനി എന്റെ മനസ്സിൽ ഒരിക്കലും ഇയാളെ സ്നേഹിക്കാൻ പാടില്ലെന്ന്, അറിഞ്ഞുകൊണ്ട് ഒരിക്കലും കോമാളി ആവരുതെന്ന്. അവളുടെ സ്വരം ഇടറിപ്പോയിരുന്നു. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അവൻ ചോദിച്ചു. ഈ വാക്ക് ഞാൻ വിശ്വസിച്ചോട്ടെ? വിശ്വസിക്കാം. ഇനി അഞ്ജലി പ്രണയത്തോടെ റാമിന്റെ മുഖത്തേക്ക് നോക്കി പോകില്ല. അവളുടെ ഉറച്ച വാക്കുകൾ റാമിന്റെ ഹൃദയത്തെ കീറി മുറിച്ചു. എന്നിട്ടും അവനൊന്നും മിണ്ടിയില്ല. എന്നെയും ആരെങ്കിലും സ്നേഹിക്കുമായിരിക്കും അല്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ ഇപ്പൊ വരും. നിന്റെ മത്തങ്ങ മോന്തയും കവളും കണ്ടിട്ട് തമാശ രൂപേണ അവൻ പറഞ്ഞു. ചിലപ്പോ ഈ മത്തങ്ങ കവൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടുമുട്ടിയാലോ? അഞ്ജലി ചോദിച്ചു. മനസ്സിൽ പെട്ടെന്ന് രാഹുലിന്റെ മുഖം തെളിഞ്ഞു വന്നു. ദേഷ്യത്തോടെ റാം ഫോൺ കട്ട് ചെയ്തു. അഞ്ജലി, താൻ എന്ത് പറഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്ന പോലും മനസ്സിലാവാതെ തുടരെ വിളിച്ചു. അന്നത്തെ രാത്രി രണ്ടുപേരെയും ഉറക്കം മുടങ്ങി.